അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻസാർ നന്മണ്ട എന്ന് പറയുന്ന KNM മൗലവി മുജാഹിദിന്റെ സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരു മുജാഹിദ് പണ്ഡിതനാണ്. സാധാരണക്കാരനായി കാണാൻ കഴിയില്ല. അദ്ദേഹം ഡിസംബർ മാസം 12-ാം തീയതി ജുമുഅ ഖുതുബ നടത്തി. ആ ജുമുഅ ഖുതുബയിൽ ജിന്നുബാധ എന്നൊന്നില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. വിഷ്ടം ജിന്നു മുജാഹിദുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് KNMന്റെ തൗഹീദിന് വിരുദ്ധമായി അൻസാർ നന്മണ്ട രംഗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൻ വിവാദമാക്കിയപ്പോൾ KJU എന്ന് പറയുന്ന KNMന്റെ പണ്ഡിത സഭ അൻസാർ നന്മണ്ടയുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് പ്രമാണങ്ങൾ കാണിച്ചു കൊടുക്കുകയും താങ്കൾ പറഞ്ഞത് തെറ്റാണ്, പ്രമാണ വിരുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റ് തിരുത്തുകയും ചെയ്തു. 13-12-24 വെള്ളിയാഴ്ച ജുമുഅ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ടു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ, മാർഗങ്ങൾ, അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുവരെ KNMന്റെ തൗഹീദിന് വിരുദ്ധമായി പറഞ്ഞു എന്ന് പറഞ്ഞ് ആഘോഷിച്ച ഇഷ്ടം ജിന്നു മുജാഹിദുകളും സുന്നികളും തെറ്റ് തിരുത്തിയപ്പോൾ തൗഹീദിൽ അങ്ങനെ അബദ്ധം പറ്റാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അൻസാർ നന്മണ്ടയെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്തു. അൻസാർ നന്മണ്ട ഒരു തെറ്റു തിരുത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ ട്രോളുന്ന വിഷ്ടം ജിന്നു മുജാഹിദുകളോടും സുന്നികളോടും എനിക്ക് ചിലത് പറയാനുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. മുജാഹിദ് പണ്ഡിത സഭ തിരുത്തി കൊടുത്തതനുസരിച്ച് തിരുത്തിയ അൻസാർ നന്മണ്ടയോടും മുജാഹിദ് പണ്ഡിത സഭയായ KJUവിനോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനത് ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജിന്നുബാധ വാദം തിരുത്തിയ അൻസാർ നന്മണ്ടയോടും CD ടവർ വിഭാഗത്തോടും ചില ചോദ്യങ്ങൾ. ഡിസംബർ 12 ജുമുഅ ഖുതുബയിൽ ജിന്ന് ശാരീരിക ഉപദ്രവം ഉണ്ടാക്കുമെന്നത് നിഷേധിച്ച അൻസാർ നന്മണ്ട പിന്നീട് അത് തിരുത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ. ജിന്ന് ബാധിക്കും എന്നാണല്ലോ KJU അൻസാർ നന്മണ്ടക്ക് പ്രമാണം അനുസരിച്ച് തിരുത്തി കൊടുത്തത്. വളരെ നല്ല കാര്യമാണ് KJU ചെയ്തത്. തെറ്റ് തിരുത്തുക എന്നത് വളരെ നല്ല ഒരു സ്വഭാവവുമാണ് എന്നതിനാൽ ആ മനസ്സ് കാണിച്ച അൻസാർ നന്മണ്ടയും പ്രശംസ അർഹിക്കുന്നു. ഏതായാലും ഇത്രയും ഉണ്ടായ സ്ഥിതിക്ക് ചില ചോദ്യങ്ങൾക്ക് കൂടി KJUവോ അൻസാർ നന്മണ്ടയോ മറുപടി നൽകിയാൽ സമൂഹത്തിന് അത് വളരെ ഉപകാരമായിരിക്കും. ഒന്ന്, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറും എന്നതിന് KJU ഉദ്ധരിച്ച പ്രമാണം ഏതൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കയറിയ ജിന്ന് സ്വയം ഇറങ്ങിപ്പോകുമോ? അവനെ ഏറ്റവും കാഠിന്യമുള്ള വിഷം കഴിച്ച് നശിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ അവൻ വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറും? 3, ഇല്ല എങ്കിൽ ആ ജിന്നിനെ ഇറക്കേണ്ടതുണ്ടോ, അതോ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതുകയാണോ വേണ്ടത്? 4, ഇറക്കേണ്ടതുണ്ട് എന്നാണെങ്കിൽ എങ്ങനെയാണ് ഇറക്കേണ്ടത്? ഇറങ്ങിപ്പോകാൻ വേണ്ടി ആ ജിന്നിനോട് കൽപ്പിക്കാനോ ആവശ്യപ്പെടാനോ പാടുണ്ടോ? 6, അങ്ങനെ ആവശ്യപ്പെടുകയോ കൽപ്പിക്കുകയോ ചെയ്താൽ അതിന്റെ ഹുക്മ് എന്താണ്? ശിർക്കാണോ, ഹറാമാണോ, ജായിസാണോ, നിർബന്ധമാണോ? 7, ഇറങ്ങിപ്പോകാൻ പറഞ്ഞ വ്യക്തി ശിർക്ക് ചെയ്ത വ്യക്തിയാകുമോ?
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ കൂടി. മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുമെങ്കിൽ ആ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? 9 ജിന്ന് അഭൗതികമാണെങ്കിൽ എങ്ങനെ ഭൗതികമായ മനുഷ്യന്റെ ശരീരത്തിൽ കയറും? 10 ഇനി ഭൗതികമാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ തിരുത്തുമോ? അൻസാർ നന്മണ്ടയോ KJയോ KNMോ ആരായാലും കുഴപ്പമില്ല. ഇതിനെല്ലാം ഉത്തരം നൽകൽ സമൂഹത്തോടുള്ള നിങ്ങളുടെ ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് കളവും നിങ്ങൾ എല്ലാവരും പെരുങ്കള്ളന്മാരും ആണെന്ന് സമൂഹം വിലയിരുത്തും. മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ജിന്നുമ്മ മന്ത്രവാദം നടത്തി. ഹാരിസ് കായക്കൊടിയുടെ വീട് 3 ദിവസം മന്ത്രവാദത്തിന് വേണ്ടി നൽകി. അഷ്റഫിന്റെയും PNന്റെയും അറിവിലൂടെ അവരുമായി അടുത്ത വീടുകളിൽ മന്ത്രവാദം നടന്നു. മന്ത്രവാദികൾക്ക് ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ജാമിയ ഹിന്ദിലെ അധ്യാപകർ ക്ലാസ് എടുത്തു. ഇന്നും വിഷ്ടം കൂടാരത്തിൽ മന്ത്രവാദികൾ വിലസുന്നു. നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ സാജിദ് തിരൂരങ്ങാടിയുമായി നേരിട്ടിരിക്കാൻ തയ്യാറാവുക. വിഷ്ടംകാരുടെ ചോദ്യത്തിന് KNM മറുപടി നൽകിയതാണോ? ജിന്നുമ്മമാര് വിഷ്ടം ജിന്ന് മുജാഹിദിൽ ഉണ്ടെന്നാണ് KNMകാര് പറയുന്നത്. അതിനുള്ള തെളിവ് ഈ അടുത്ത കാലത്ത് വിഷ്ടം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന സാജിദ് തിരൂരങ്ങാടിയുമായി ബന്ധപ്പെട്ടാൽ മതിയെന്നും പറയുന്നു. നമുക്ക് സാജിദ് തിരൂരങ്ങാടിയുടെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. മെയിൻ ആളുകളും അവരും ഇതിന്റെ പ്രതികളാണ് അല്ലെ. 1-ാം പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന പ്രതി പലപ്പോഴും പണക്കാരാകുന്ന ഗുണ്ടകളുടെ ഡെമ്മികൾ മാത്രമാണ്. എന്ന് പറഞ്ഞ പോലെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഇംഗ്ലീഷ് പേര് സ്വീകരിച്ച് ജനസമൂഹത്തിന് മുമ്പിൽ ആൾ ഇന്ത്യ ദേവത്വം ആൾ വേൾഡ് ദേവത്വം നടത്തുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച ഈ കൂട്ടും സോട്ടുമുട്ടവർ ഈ താടിയും തൊപ്പിയും വെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് ഇതിന്റെ മെയിൻ പ്രതികൾ. ഞാനൊക്കെ ഓലെ കൊട്ടേഷനിലെ ഡെമ്മികൾ മാത്രമാണ്. പൈസ കൊടുത്തിട്ട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുന്ന പോലെ ആക്കിപ്പോയി ഞങ്ങളൊക്കെ. പക്ഷെ നമ്മള് ആ കൊലപാതകം ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോട് കൂടിയാണെന്ന് പറഞ്ഞ പോലെ ഈ ക്ലിപ്പൊക്കെ ഇട്ട് വയത് പറയുമ്പോഴും നമ്മളന്ന് ആത്മാർത്ഥത കൂടിയാണ് ചെയ്തത്. കാരണം ഈ കോക്കസിനെതിരെ ഈ സംഘടനയെ രക്ഷിക്കണമെന്ന് ഇഖ്ലാസിനെ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഇതേപോലെ തിരുത്തി പറയാനും ഹക്കിന്റെ പാതയിൽ ഉറച്ചു നിന്ന് സംസാരിക്കാനും എനിക്ക് അള്ളാഹു തൗഫീഖ്. ഇല്ലെങ്കിൽ ഈ ഫൈസൽ മുസ്ലിയാരെ പോലെ ഈ TK അഷ്റഫിനെ പോലെ ഇത്തരത്തിൽ ആളുകളെ പോലെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പഴച്ച വിശ്വാസം പറഞ്ഞും ഈ പഴച്ച റുക്കിയയുടെ മറവിൽ കാര്യങ്ങൾ പ്രചരിപ്പിച്ചും അങ്ങനെ മരിച്ചു പോകേണ്ടി വരും. പലരും മരിച്ചു പോയില്ലേ? ഇനിയും തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. ഇല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയുക എഴുന്നേറ്റിട്ട് ഞങ്ങളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞങ്ങളിൽ ജിന്നുകളോടുള്ള പ്രാർത്ഥനയുടെ സഹായം തരുന്ന വിഷയത്തിലും റുക്കിയ ശർഈയുടെ ഈ വിഷയങ്ങളിലും അതിര് വിട്ടിട്ടുണ്ട് നിങ്ങൾ പറയും. നിങ്ങൾ സുബൈർ മങ്കടനും മർക്കസ് ദാവ എന്ന മടവൂർ വാദത്തിനും പറഞ്ഞിട്ട് കാര്യമില്ല. TK അഷ്റഫ് സാഹിബ് ആ പ്രവൃത്തി നിങ്ങളാണ് അതിര് വിട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ? അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ സഹാബത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി. ഞാൻ മടങ്ങിയതുപോലെ നിങ്ങൾ മടങ്ങിക്കോളെ. വിജയണ്ടാവുള്ളൂ. ഈഗോ മാറ്റി വെച്ചാളെ, കാപട്യം മാറ്റി വെച്ചാളെ, ഹിസ്ബിയത്ത് മാറ്റി വെച്ചാളെ. അതുകൊണ്ട് പിന്നെ എന്താണ് പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എന്താണ്? ഒരു വിഭാഗത്തോടുള്ള അമർഷം കൊണ്ട് നിങ്ങൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത് എന്നല്ലേ. ആ അനീതി നിങ്ങൾ പ്രവർത്തിക്കല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ പറഞ്ഞത് സഹോദരങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ ഈ വിഷയം നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പറയും. നിങ്ങളതൊക്കെ കേൾക്കണം. എന്നിട്ട് പ്രമാണബദ്ധമാണെങ്കിൽ തോന്നിയാൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് തൗബ ചെയ്ത് നിങ്ങൾ നിലപാട് നന്നാക്കിക്കോളെ. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. തറക്തുക്കും അലൽ മഹ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസിഹുഹാ ഇല്ലാ ഹാലിക്. റസൂലുള്ളാഹി പറഞ്ഞു, പ്രകാശപൂരിതമായ ഒരു വെളുത്ത റൂട്ടിലാണ് നിങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ഇതിന്റെ രാവും പകലും ഒരുപോലെയാണ്. ഇതിൽ ഇരുട്ടില്ല, തപ്പിത്തടച്ചിലില്ല. അതുകൊണ്ട് ലാ യസിഹുഹാ ഇല്ലാ ഹാലിക്, ആ നശിച്ചവനല്ലാതെ അതിൽ പുറത്തു പോയില്ല. ആരാണ് ഈ ഹലാക്കിലായവൻ? അന്ധമായി പൗരോഹിത്യത്തിന്റെ കാൽപാദങ്ങളിൽ കൊണ്ടുപോയി തലച്ചോറ് പണയം വെച്ചതുപോലെ ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ സലഫിയത്തുള്ളവരാണ്, തൗഹീദുള്ളവരാണ്, ഇവരാണ് ഒറിജിനൽ ദീനിന്റെ ആളുകൾ എന്ന് വിചാരിച്ച് ഇവരുടെ കാലകീലകൾ കേട്ട് അവരുടെ കാൽപാദങ്ങളിൽ തല കൊണ്ടുപോയി വെച്ച് അന്ധമായി തക്ലീദ് ചെയ്തവരെ മടങ്ങിക്കോളി. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങളത് കേൾക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞങ്ങൾക്ക് വരില്ലല്ലോ എന്ന് നിർഭാഗ്യവാന്മാർ റബ്ബിന്റെ കോടതിയിൽ പറയുന്നത് പോലെ അവർ പറയുകയും അവസാനം വന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ
എന്ന് പറഞ്ഞ ആ ശാശ്വതമായ വാസത്തിലേക്ക് പോകേണ്ടി വരും. അവിടെ ഇബ്നു അബ്ബാസ് എല്ലാവരും അഹ്ലു തൗഹീദിന്റെ ആൾക്കാര് സ്വർഗത്തേക്ക് പോകും. അതുകൊണ്ട് നരകത്തിന്റെ വക്കിൽ നിന്ന് കുറച്ചു കാലമെങ്കിലും കടന്നാലും സ്വർഗത്ത് പോകും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗത്ത് പോകും. അതുകൊണ്ട് നമ്മള് ഹറാമും വസീലത്തും ശിർക്കും ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നതിലേക്ക് എത്തിക്കാനല്ലേ നിങ്ങളുടെ നിലപാട്? സമസ്ത രൂപീകരിച്ച കാലഘട്ടത്തിൽ അവരെ പ്രമേയം ഞാൻ വായിച്ചല്ലോ. മഹാത്മാക്കളും അമ്പിയാക്കളോട് അവർക്ക് അള്ളാഹു കൊടുത്ത മുഇസ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ശിർക്കാവൂല. അത് നമ്മളെ വാദമാണ്. അതേപോലെ തന്നെയാണ് എന്ത് അള്ളാഹുവിന്റെ കുദരത്തിൽപ്പെട്ട കാര്യം ജിന്നുകളോട് ചോദിച്ചാൽ ഷിർക്കുൻ ബയ്യൻ. അയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോട് അതിന്റെ കൈവിൽപ്പെട്ട് ചോദിച്ചാൽ അത് ഷിർക്കാവൂല, വസീലത്തും ഹറാമാവുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ അങ്ങ് വാദല്ല എന്ന് പറഞ്ഞിരുന്നു. കോയിച്ചനെ സംവാദം നടത്തിയിട്ട് പറഞ്ഞിരുന്നു. അവസാനം ഇപ്പോ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കോഴിക്കോട് വെച്ചിട്ട് പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ജിന്നുകളുടെ സഹായത്തേട്ടത്തിൽ വസീലത്തും ഷിർക്കും ഹറാമുണ്ട് എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. അവിടെ ഇസ്തിദ്ദായില് വസീലത്ത് ഷിർക്കിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇസ്തിഹാനത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല എന്ന് അവിടെ വെച്ചാണ് എന്ത് ചെയ്തു കപട അതിൽ നാട്യം പറഞ്ഞു. ഇന്ന് അപ്പോഴെങ്കിലും ഈ പറപ്പൂരും ഈ കുഞ്ഞുമാനും പറപ്പൂരും ഈ PN അതുപോലെ തന്നെ ഹുസൈൻ സലഫി സാഹിബൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്തില്ല. മാത്രമല്ല ഇപ്പതാ വിസ്ഡം ഇസ്ലാമിക് മിഷൻ ലെറ്റർ ഹെഡിൽ വന്നിരിക്കുകയാണ്. എന്താ വന്നത്? ഈ നിലപാട് അവര് ഒരു കായികയായി ഒരു പ്രസ്ഥാനത്തിന്റെ വാദമായി അവതരിപ്പിക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മ നമ്മുടെ പ്രവർത്തനങ്ങളുടെ സജീവമായ ഒരു പ്രവർത്തനമായി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ 20 മുതൽ അതുപോലെ തന്നെ. അപ്പോ സഹോദരങ്ങളെ, ഇപ്പോ എന്താണ് DK അഷ്റഫ് ഈ കേരള ജമിയത്തുലമയുടെ വേദിയിൽ വെച്ചുകൊണ്ട് അതിന്റെ പോഷകരമായ ISMലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിച്ചത്? ഈ ഒരു ഗുണകാംക്ഷ ഇതിനകത്ത് അദ്ദേഹവും ഇതുപോലെയുള്ള ആളുകൾ നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് വിസ്ഡം ഇസ്ലാമിക് മിഷൻ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാവുകയും അതിൽ ഈ കണ്ട കുറെ റുക്കിയ നടത്തുന്ന റാക്കിമാരുണ്ടാവുകയും പല വീടുകളിലും പോയിട്ട് ഇത്തരത്തിലുള്ള ഈ അടിച്ചറക്കൽ മന്ത്രവാദ ചികിത്സകളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ പ്രമാണത്തിൽ ഉള്ളതുപോലെ വിശ്വസിക്കണമെന്ന് ജമിയത്തുൽ പറഞ്ഞു. അതിനപ്പുറത്തുള്ളതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവിടെ ഇവിടെ CD ആയിട്ട് ചുറ്റി നടക്കുന്നുണ്ട്. ഓലകൾ സൂക്ഷിക്കണം. ഓലെ അടുക്കളയിൽ അന്തി ഉറങ്ങിയവരാ നിങ്ങൾ ആണോ? കേരള ജമിയത്തുലമ എടുത്ത തീരുമാനവും അതുപോലെ ആ വിഷയത്തിൽ അബ്ദുറഹ്മാൻ സലഫി സംസാരിച്ചതും ഒക്കെ CD-കൾ ഈ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് രഹസ്യമായി എത്തിച്ചു കൊടുത്ത് അവരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ഈ പറഞ്ഞ വ്യക്തി മറുപടി പറയുമ്പോൾ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഹെൽമറ്റും മുഖംമൂടിയും കെട്ടിയിട്ട് അവിടെ പോകാൻ പറഞ്ഞതാരാ? ആ പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് വിസ്ഡം ഇസ്ലാമിക് മിഷന്റെ വേദികളിലുള്ള ആളുകളാണ്. മരിച്ചുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലം കഴിഞ്ഞ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിന്നെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന ഖവാരിജികളുടെ സ്വഭാവം ഈ വിഷയത്തിൽ ചില സമയത്ത് നിങ്ങൾ എടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് നാളെ ഞാൻ നിങ്ങളെ ഖവാരിജാക്കി എന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഖവാരിജികൾ ഈ മഹത്തായ സ്വഹാബത്ത് പടുത്തുയർത്തിയ ഈ ഒരു ഐക്യത്തോടുകൂടിയുള്ള ആദർശത്തിനുള്ളിൽ തുരങ്കം വെച്ച് ഫിത്തറയുണ്ടാക്കി പരസ്പരം സ്വഹാബികളെ തമ്മിൽ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടുത്തി തല്ലിപ്പിച്ച വിഭാഗമാണ് അവർ. ആ വിഭാഗത്തോട് ഇബ്നു അബ്ബാസ് അലി റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങൾ കെലിമത്തു ഹക്കാണ് ഉരീദുൽ ബാത്തിൽ. നിങ്ങളിപ്പോ ഈ കേരള വേദിയിൽ നിന്ന് പറഞ്ഞ കാര്യം എത്ര സത്യമാണ്. പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അതിനെതിരുള്ള പണിയല്ലേ ഞങ്ങളെ കൊണ്ടൊക്കെ എടുപ്പിച്ച് ആണോ? അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രഗത്ഭരായ ഇന്നും പുത്തനത്താണി ഭാഗത്തുള്ള ഇന്നും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംഘടനാ തലത്തിലും പ്രഭാഷണത്തും മിമ്പറിലെ ഖുത്ബയൊക്കെ നിർവഹിക്കുന്ന ആളുകളുടെ വീട് 3 ദിവസത്തിനും അതുപോലെ പല ദിവസങ്ങൾക്ക് എനിക്കും മറ്റുള്ള പല റുഖിയ നടത്തുന്ന സ്ത്രീകൾക്കും മറ്റുമൊക്കെ നിങ്ങൾ ഫാമിലികളെ കൊണ്ടുവന്ന് വിട്ടു നിന്നിട്ടുണ്ട്. വേണ്ടി വന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയും. ആ വീട്ടിൽ ചികിത്സിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പോയതിനു ശേഷം പിന്നീട് വേറെ ആളെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പുത്തനത്താണിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാര് അവിടെ വീടിന് സിഹറുണ്ട് എന്ന് പറഞ്ഞ് റുക്കി നടത്തിയിട്ടുണ്ട്. ആരാണ് ചെയ്യുന്നത്? സാധാരണക്കാരനായ ഏതെങ്കിലും വിസ്ഡമിലേക്ക് വന്ന ഖുറാഫിയല്ല. ഇതിന്റെ ഉള്ളിൽ തൗഹീദും നിർഭയത്വവും പഠിപ്പിച്ച് പ്രസംഗിക്കുന്ന ആളുകള് ഇസ്ലാമിലെ മന്ത്രങ്ങൾ ഒരു ഭാഗത്ത് പറയാ, എന്നിട്ട് ഈ മന്ത്രത്തിന്റെ കൂടെ ഈ പറഞ്ഞ സിഹർ കണ്ടെത്താൻ വേണ്ടി ആയത്തുകൾ ഓതി ഹാജറാകുന്ന ജിന്നുകള് ആ ജിന്നുകളോട് എവിടെ സിഹർ എടുത്തു പോന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നതിനൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അത് പ്രാവർത്തിയാക്കിയ നമ്മളത് കണ്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അത് അത്ഭുതത്തോടുകൂടി കണ്ടു നിന്നിട്ട് മിണ്ടാതെ പോയ ആൾക്കാർ ഇപ്പൊ പറയണത് ഈ സാജിദ് പണ്ടേ മന്ത്രവാദിയാണ്. അങ്ങനെ നിങ്ങൾ മന്ത്രവാദി എന്ന് പറഞ്ഞ് ഇന്നെ ഒഴിവാക്കിയിട്ട് കാര്യമില്ല.
പല ആളുകളുടെ വീടുകളിൽ ഇത് ചെയ്യിപ്പിച്ച് ഇന്നും സഹോദരങ്ങളെ ഈ സംഗതി ബോധ്യപ്പെട്ട് തിരുത്തുന്നതിന് മുമ്പ് വരെ ഇത്തരത്തിലുള്ള ആളുകൾ എന്റെ അടുത്ത് വന്നിരുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നല്ലോ എന്റെ ജീവിത മാർഗത്തിന് വേണ്ടി ബിസിനസിന് വേണ്ടി ഇതിന്റെ ഉള്ളിൽ ചെയ്തപ്പോ അത് അയക്കാത്തോണ്ടാണ് സാജിദ് പുറത്തു പോയത് അല്ലെങ്കിൽ പുറത്താക്കിയത് എന്ന് പറഞ്ഞല്ലോ. കളവല്ലേ അതൊക്കെ. നിങ്ങൾ അനസ്മുസ്ലിയാരും കായക്കോടിനെയും അതേപോലെ തന്നെ KNM മർക്കസ് വിഭാഗത്തെയും ഖുറാഫികളും പേടിച്ചിട്ടല്ലേ എന്നോട് രഹസ്യമായിട്ട് റുക്യ ചെയ്തോ പരസ്യ രംഗത്ത് മാറിയെന്നോ എന്ന് പറഞ്ഞത് അല്ലേ? അല്ലാതെ പ്രമാണത്തിൽ ഇല്ലാത്തതാണ് സാജിദ് ചെയ്യുന്നതെന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? 12 വർഷമായി ഞാൻ ഈ നിലപാടുമായി നിങ്ങളെ കൂടെ ഉണ്ടായിട്ട്. ഇപ്പോഴല്ലേ ഞാൻ നിലപാട് പ്രഖ്യാപിക്കുന്നതോ അതിനെതിരായിട്ടുള്ള നിലപാട്? അതുവരെ നിങ്ങളെ കൂടെയല്ല ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നെ ഇത് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഇനി KNM ഒരു ചെറിയ കുറിപ്പ് കൂടി വായിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പരമാർത്ഥങ്ങളെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്യുന്ന യുക്തിവാദത്തിന്റെ മൂർത്തഭാവം വിഷ്ടം പ്രവർത്തകരിൽ നിറഞ്ഞു നിൽക്കുന്നു. നോക്കൂ, ഈ അടുത്ത് മുജാഹിദ് പ്രഭാഷകൻ അൻസാർ നന്മണ്ടയുടെ അബദ്ധം തിരുത്തലുമായി ബന്ധപ്പെട്ട് വിഷ്ടം അക്കലാനികളുടെ ഉലമാക്കൾ ഇരുട്ടിന്റെ കൂരാക്കൂരിരുട്ടിൽ എഴുതി കൊടുക്കുന്ന ചവറുകൾ വിഴുങ്ങുന്ന ഈ ജിന്നരുടെ ഉറഞ്ഞുതുള്ളലിൽ ഇക്കാര്യം പകൽ പോലെ വെളിച്ചമാണ്. വക്രീകരിച്ച തെറിവീരന്മാരായ വിഷ്ടം താർക്കികന്മാർ ചോദിക്കുന്നത് കയറിയ ജിന്ന് ഇറക്കേണ്ടേ എന്നാണ്. യുക്തിവാദിയായ ഈ അടിമ കരുതിയത് ചെകുത്താനെ കയറ്റിയത് വിഷ്ടം സാഹിറാണെന്നും അതുകൊണ്ട് ഇറക്കേണ്ടതും വിഷ്ടം സാഹിറന്മാർ തന്നെയാണ് എന്നാണ്. എന്നാൽ വിശ്വാസിയുടെ നിലപാട് ശൈത്താൻ മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുമെന്ന ലോകോത്തര പ്രവാചക മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം അപ്പടി നിരുപാധികം അനുസരിക്കുക എന്നതത്രേ. തരിമൂക്കിൽ വസിക്കുന്ന ചെകുത്താനെയും ഇടതുഭാഗത്തുള്ള കരീനായ ചെകുത്താനെയും ചോദ്യം ചെയ്യുന്ന വിഷ്ടം സഹോദരന്റെ ശബ്ദം അതിരുവിട്ടു എന്നത് ഒരബദ്ധമല്ല. ഷിർക്കിൽ മുങ്ങിത്താഴുന്ന വിശ്വാസക്കാരിൽ നിന്ന് ഇത്തരം തർക്ക ചോദ്യങ്ങൾ നവ്യമല്ല. ഇതിനുത്തരം സ്വഹാബത്തിന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പഠിപ്പിച്ചുവോ അത് മാത്രമാണ്. അല്ലാതെ ദുർമന്ത്രവാദികൾ എഴുതിയത് കലക്കി കുടിച്ച് ആർമാദിച്ച് ജീവിക്കുന്ന വിഷ്ടം അക്കലാനിയത്തല്ല നമ്മുടെ വിനയരീതി. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തേ ഒരു വ്യവസായി മരണപ്പെടാനുള്ള കാരണം 150 പവനിലധികം തന്റെ മുൻപിൽ വെച്ച് കണ്ണടച്ചിരുന്നാൽ നിങ്ങളെ ശരീരത്തിലെ ജിന്നിനെ ഞാൻ അങ്ങ് അടിച്ചിറക്കി തരാമെന്ന് ഒരു പെണ്ണ് പറയുമ്പോഴേക്കും ഈ മനുഷ്യൻ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ ജിന്നുകളെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മനുഷ്യന്റെ ഹൃദയം കൊണ്ടെത്തിക്കാൻ പിശാചിന് സാധിച്ചിട്ടുണ്ട്. കാരണം ജിന്നുവർഗം പിശാചിൽ നിന്നുള്ളതാ. ജിന്നുകൾ സഹായിക്കും. എവിടെയൊക്കെയോ ജിന്നുകൾ ഉണ്ടാകും. അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് സഹായം കിട്ടും. നമുക്ക് അവരോട് ചോദിക്കാം. അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ചോദിച്ചാൽ പോലും അത് വസീലത്ത് ശിർക്കേ ആവൂ. എന്തിനാ ഇങ്ങനെയൊരു വ്യാഖ്യാനം? അല്ലാഹു തആല ഏത് പാറക്കെട്ടുകൾക്കിടയിലുണ്ടെങ്കിലും ഏത് വിജനമായ മരുഭൂമിയിലുണ്ടെങ്കിലും അള്ളാഹു ഉണ്ടെന്ന വിശ്വാസത്തിൽ എന്റെ റബ്ബേ എന്ന് വിളിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചത്. അതിനു പകരം ഇങ്ങനെ കേട്ടാൽ, ഇങ്ങനെയൊരു സൗണ്ട് കേട്ടാൽ അതായിരിക്കാം എന്ന് വ്യാഖ്യാനിച്ച് ചില ഉലമാക്കള് അതിനെ ന്യായീകരിച്ച് രേഖപ്പെടുത്തി. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തി. ഒരു പക്ഷേ അത് ജിന്നാവാം, അല്ലെങ്കിൽ മലക്കാവാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹു സഹായിക്കണമേ ജിന്നെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശിർക്കാണ്. എല്ലാ ചോദ്യവും ശിർക്കാവൂല, ചിലത് വസീലത്ത് ശിർക്കേ ആവൂ എന്നൊക്കെ പറയുന്നവരോട് അന്നും ഇന്നും ഇസ്ലാമിന്റെ ഉലമാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ അത് ജിന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ ഇന്ന് വരെ ജിന്നിനെ കണ്ടിട്ടില്ല. ഇന്ന് വരെ ജിന്നിനെ അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ കണ്ടെന്നൊരുത്തം പറഞ്ഞാൽ അവനെ സാക്ഷി പറയാൻ പോലും വിളിക്കാൻ പാടില്ല. പെരും കള്ളനാണവൻ. ഒരാളുടെ ശരീരത്തിന്റെ വെപ്രാളമോ ശരീരത്തിന്റെ പ്രകടനമോ കണ്ട് ഇത് ജിന്ന് കയറിയതായിരിക്കും എന്ന് പറയണമെങ്കിൽ ഞാൻ ആദ്യം ജിന്നിനെ കണ്ടവനാകണം, ജിന്നിന്റെ ചെയ്ത്ത് കണ്ടവനാവണം, ജിന്നിന്റെ കോലം കണ്ടവനാകണം. കാരണം
ആ ശരീരത്തിൽ അതുണ്ടെന്ന് പറയണമെങ്കിൽ വൈബയായ അറിവും എനിക്കുണ്ടാവണം. വൈബ് എനിക്കില്ല, ജിന്നിനെ ഞാൻ കണ്ടിട്ടില്ല. 13-12-24 വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. ഈ പാപം സാധുവിനെയാണ് സുന്നികളായവരും വിഷ്ടം ജിന്നു മുജാഹിദുകളും പരിഹസിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇദ്ദേഹത്തെ പരിഹസിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അനസ് മൗലവിയുടെ ഒരു ക്ലിപ്പ് കൂടി കേൾക്കുക. ഒറ്റ ദിവസം ഈ നാട്ടിലെ ഓരോ വീടുകളിലും ഈ തൗഹീദിന്റെ സന്ദേശം എത്തിക്കണം, നമ്മുടെ ബാധ്യത എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന ഒരുപാട് മനുഷ്യരിവിടെയുണ്ട്. ഞായറാഴ്ച ദിവസം 2600-ലധികം വീടുകൾ കേവലം 4 മണിക്കൂർ കൊണ്ട് അലഫികളായ മുജാഹിദുകളായ ആളുകൾ ഓരോ വീടുകളിലും 2600-ലധികം വീടുകൾ കേവലം 4 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കയറിയിറങ്ങി. ഓരോ വീട്ടിലും നമ്മൾ അവർക്ക് ആവശ്യമായ ദീനി ഗ്രന്ഥങ്ങൾ 5 നയാ പൈസ വാങ്ങാതെ ഈ 2600-ലധികം വീടുകളിലും നമ്മൾ എത്തിച്ചു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. കേന്ദ്രം പുറത്തിറക്കിയ ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊരു പുസ്തകത്തിന്റെ 163-ാമത്തെ പേജിൽ ജിന്നുബാധയില്ല, മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറുകയില്ല, ജിന്ന് ഉപദ്രവിക്കുകയില്ല എന്ന് വിശ്വസിക്കണമെന്നാണ്. മറിച്ചുള്ളൊരു വിശ്വാസം ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്നാണ് പഠിപ്പിച്ചത്. ആ തൗഹീദാണ് അൻസാർ നന്മണ്ട ജുമാ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ് KNMന് സ്വീകാര്യമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ശിർക്കാണെന്നായിരുന്നു KNMന്റെ വിശ്വാസം. എന്നാൽ ഇപ്പോൾ KNMകാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ശിർക്കായിരുന്നില്ല, തൗഹീദായിരുന്നു, ഞങ്ങൾ പഠിപ്പിച്ചതാണ് ശിർക്ക്. അനസ് മൗലവി പറഞ്ഞതുപോലെ പുതിയ തൗഹീദിന്റെ പ്രചാരണത്തിനു വേണ്ടി പല ഭാഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ് ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കാക്കാൻ നോക്കിയത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അബദ്ധമാണ്. ലോകർക്ക് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, തെറ്റ് തിരുത്താൻ അവരോട് ആവശ്യപ്പെടുക എന്ന് വിളംബരം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ആളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് അനസ് മൗലവി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ 12-ാം തീയതി വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടി അൻസാർ നന്മണ്ട വീട്ടിൽ നിന്ന് പള്ളിയിലെത്തുന്നത് വരെ, ജുമാ നിസ്കാരം കഴിയുന്നത് വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പുതിയ തൗഹീദ്, ഈ തിരുത്തിയ തൗഹീദ്, ഇതാണ് യഥാർത്ഥ തൗഹീദ്, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ച തൗഹീദ് ഉണ്ടല്ലോ അത് തെറ്റായിരുന്നു എന്നറിയിക്കാൻ വേണ്ടി ഒരു മുജാഹിദ് പ്രവർത്തകനും അൻസാർ നന്മണ്ടയുടെ വീട്ടിൽ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ച മുതൽ അതിന്റെ പ്രചാരണം തുടങ്ങിയിരുന്നെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടതുള്ളത് കൊണ്ട് നന്മണ്ടയിൽ വെള്ളിയാഴ്ചയുടെ മുമ്പെത്താൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് പഴയ നിയമം അനുസരിച്ച്, പഴയ തൗഹീദ് അനുസരിച്ച് അൻസാർ നന്മണ്ട വെള്ളിയാഴ്ച ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്. അത് വിവാദമായപ്പോഴാണ് മുജാഹിദ് പണ്ഡിത സഭയിൽ നിന്ന് അൻസാർ നന്മണ്ടയെ വിളിച്ചപ്പോഴാണ് താൻ പറഞ്ഞത് KNMന്റെ പഴയ തൗഹീദാണ്, പഴയ നിയമമാണ് എന്നത് മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച ഖുതുബ പറയാൻ പോകുന്ന മുജാഹിദ് മൗലവിമാർ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച നിങ്ങളുടെ ഓഫീസുകളിലേക്ക് വിളിച്ചിട്ട് നിങ്ങളെ തൗഹീദിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എന്നന്വേഷിക്കുന്നത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അൻസാർ നന്മണ്ടക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. സുന്നികളോടും എനിക്ക് പറയാനുള്ളത്, അബദ്ധം സംഭവിച്ചത് അൻസാർ നന്മണ്ടക്കല്ല. പുതിയ തൗഹീദിന്റെ അപ്ഡേഷൻ വഹാബി ഓഫീസുകളിൽ നിന്ന് വരുന്നത് അൻസാർ നന്മണ്ട അറിയാതെ പോയത് കൊണ്ടാണ്. നമുക്കേതായാലും പുതിയ തൗഹീദ് വേണ്ട,
ആദം നബി അലൈഹി സ്വലാം മുതൽ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വരെയുള്ള തൗഹീദ് മതി. വിഷ്ടം ജിന്ന് തൗഹീദും കേന്നം പിശാച് തൗഹീദും നമുക്ക് ആവശ്യമില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.